Welcome back to my YouTube channel, The Fashion Guide. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായാലും കണ്ടിട്ട് അതെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതൊന്ന് സെറ്റായി വന്നതേ ഉള്ളൂ. സെറ്റായപ്പോൾ ഞാൻ പഴയ ജോലിയിലേക്ക് ഇതാ വീണ്ടും കടന്നിരിക്കുകയാണ്. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. നമ്മളെല്ലാവരും ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും അല്ലേ? അങ്ങനെ അറ്റൻഡ് ചെയ്യാത്തവർ വളരെ റെയറായിരിക്കും. അപ്പോൾ ഫങ്ഷൻസിലൊക്കെ പോകുമ്പോൾ നമ്മൾ സാധാരണ കാഷ്വൽ ലുക്കിലായിരിക്കില്ലല്ലോ പോകുന്നത്, കുറച്ചുകൂടെ ഹൈലൈറ്റ് ആവാൻ നോക്കും നമ്മൾ അല്ലേ? ഡ്രസ്സിങ് വൈസ് ആണെങ്കിലും ശരി, മേക്കപ്പ് വൈസ് ആണെങ്കിലും ശരി. ചിലർ മേക്കപ്പ് പോലും ശ്രദ്ധിക്കാറില്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു പാർട്ടി വെയർ മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ആ മേക്കപ്പ് ലുക്കിന് ഒരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. ഞാൻ ലിമിറ്റഡ് ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് വെച്ച് മാത്രമാണ് ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്തത്. എല്ലാവർക്കും എല്ലാ മേക്കപ്പ് പ്രോഡക്റ്റ്സും അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ഉള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് വെച്ച് എങ്ങനെ എല്ലാ ഏരിയാസും കവർ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ലിമിറ്റഡ് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഉള്ളവർക്ക് ഞാൻ എൻ്റെ ഈ വീഡിയോ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മൾ ഫേസ് നല്ലോണം വാഷ് ചെയ്ത് ക്ലീൻ ആക്കുക. നിങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡീപ്പ് ക്ലീൻ ക്ലെൻസറോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫേസ് വാഷോ യൂസ് ചെയ്യുന്നതാണ്. ഈ ക്ലെൻസിങ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫേസിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ചെറിയായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം പെട്ടെന്ന് റിമൂവ് ആയി നമ്മുടെ സ്കിൻ സോഫ്റ്റും ക്ലീനും. ഞാനിവിടെ ഫേസ് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹിമാലയയുടെ ഓയിൽ ക്ലിയർ ഫേസ് വാഷാണ്. അപ്പോൾ ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇതിൻ്റെ ഷേപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ എന്തോരം യൂസ് ചെയ്തത്. ഫേസ് വാഷിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ലെമണിൻ്റെയും ഗൂസ്ബെറിയുടെയും പിന്നെ ഇതിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം തരിതരിവായിട്ടുള്ള അതിൽ പറഞ്ഞിരിക്കുന്ന നാച്ചുറൽ ബീഡ്സ് എന്നാണ്. അപ്പോൾ അതിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ മുഖത്തുള്ള ഓയിലും ഡസ്റ്റ് പാർട്ടിക്കിൾസും എല്ലാം റിമൂവ് ആയി നമ്മുടെ സ്കിൻ സോഫ്റ്റും സ്മൂത്തും ആവുമെന്നാണ്. ഈ ഫേസ് വാഷ് വന്നിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഫേസ് വാഷാണ്. അപ്പോൾ ഹിമാലയ യൂസേഴ്സ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ യുവർ എക്സ്പീരിയൻസ്. സോ നമ്മൾ ഫേസ് എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസിങ് ആണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യുന്നത്? നമ്മുടെ സ്കിന്നെന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അപ്പോൾ ആ പാർട്ടിലെന്ന് പറയുമ്പോഴത്തേനും നല്ലോണം ചെറിയ പോസ് കാണും. അപ്പോൾ ഈ പോസിലൂടെ നമ്മൾ മേക്കപ്പ് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിലുള്ള കെമിക്കൽസ് എല്ലാം നമ്മുടെ സ്കിന്നിൽ ഡീപ്ലി പെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് പലതരത്തിലുള്ള ഡാമേജസ് വരാൻ ചാൻസ് ഉണ്ട്. അത് പിമ്പിൾസ് ആണെങ്കിലും ശരി, ആക്നീസ് ആണെങ്കിലും ശരി, റിങ്കിൾസ് ഒക്കെ ആണെങ്കിലും ശരി, അതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്ട്രോങ് പ്രിവെൻഷൻ നമ്മുടെ ഫേസിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതാണ് ഈ മോയ്സ്ചറൈസിങ് എന്ന് പറയുന്നത്. ഈ മോയ്സ്ചറൈസിങ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫേസിൻ്റെ ഡ്രൈനെസ്സും അല്ലെങ്കിൽ ഫേസിൽ വരുന്ന എന്തെങ്കിലും ഡാമേജസും ഒക്കെ നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. മോയ്സ്ചറൈസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ലോറൽ പാരിസിൻ്റെ വൈറ്റ് പെർഫെക്റ്റ് ക്ലിനിക്കൽ മോയ്സ്ചറൈസറാണ്. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഒരു എസൻസും വരുന്നുണ്ട്. അതായത് മോയ്സ്ചറൈസേഴ്സിന് മുന്നേ അപ്ലൈ ചെയ്യാനുള്ളൊരു എസൻസാണ്. ശേഷം നിങ്ങൾക്ക് നല്ലൊരു ഡിഫറൻസ് തന്നെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ മോയ്സ്ചറൈസിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷനാണ്. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ബ്രാൻഡിൽ നിന്ന് വേറൊരു ബ്രാൻഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഈ ഫൗണ്ടേഷൻ ഒരു കോസ്മെറ്റിക് സ്റ്റോറിൽ ചെന്ന് പർച്ചേസ് ചെയ്യാവും.
അതാണ് ഏറ്റവും ബെസ്റ്റ്. പലതരത്തിലുള്ള പ്രിഫറൻസസ് ഉണ്ട്. ഇപ്പോൾ കൺസീലർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഉണ്ട്, മോയ്സ്ചറൈസർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഉണ്ട്, ഹെർബൽ ഫൗണ്ടേഷൻ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രിഫറൻസസ് ആണ് നമുക്ക് ഫൗണ്ടേഷനിൽ തന്നെ കണ്ടുവരാൻ കഴിയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ട് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുമല്ല, നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഒരു പുതിയ ബ്രാൻഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നേരിട്ട് കണ്ടെടുത്ത് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ബിക്കോസ് നിങ്ങൾ നേരത്തെ ഉപയോഗിച്ചിരിക്കുന്ന ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് ആയിരിക്കില്ല നിങ്ങൾ പുതിയതായിട്ട് മേടിക്കാൻ പോകുന്ന ഫൗണ്ടേഷൻ ഉള്ളത്. അപ്പോൾ ആ വേരിയേഷൻസൊക്കെ നമുക്കൊരു കോസ്മെറ്റിക് സ്റ്റോറിൽ ചെന്നാൽ നേരിട്ട് മനസ്സിലാകുന്നതാണ്. ഞാൻ ഇത്രയും ഈ പോയിന്റ്സ് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എല്ലാവരും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ ഷെയ്ഡോ നമ്മുടെ കറക്റ്റ് ടെക്സ്ചറോ സ്കിൻ ടെക്സ്ചറോ നമ്മുടെ സ്കിൻ കണ്ടീഷൻസോ അറിയാതെ പലരും പോയി ഫൗണ്ടേഷൻസ് ഓൺലൈൻ വഴി വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും അതിനുശേഷം വലിയൊരു ഫോൾട്ടാണ് റിസൾട്ടായിട്ട് വരുന്നത്. ഈവൻ എനിക്കാണെങ്കിൽ പോലും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അതായത് എൻ്റെ ഷെയ്ഡിലുള്ള ഫൗണ്ടേഷൻ അല്ലായിരുന്നു ഞാൻ ചൂസ് ചെയ്തിരുന്നത്. പിന്നെ അത് ഇട്ട് നോക്കിയപ്പോൾ എൻ്റെ ഫേസ് വളരെ കേക്കി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ആ ഫൗണ്ടേഷൻ ഇട്ടപ്പോൾ. പിന്നെയാണ് ഞാൻ എക്സ്പേർട്ടിനോട് ചോദിച്ചപ്പോൾ മനസ്സിലായത് അത് എൻ്റെ ഷെയ്ഡിലുള്ള ഫൗണ്ടേഷൻ അല്ലാന്ന്. സോ നമുക്കിനി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഫൗണ്ടേഷൻ വന്നിട്ട് ലോറിയൽ പാരീസിൻ്റെ ട്രൂ മാച്ച് സൂപ്പർ ബ്ലെൻഡബിൾ ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 7D7W ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മോർ ദാൻ 2 years ആയി. അപ്പോൾ എനിക്ക് വളരെയധികം നല്ലൊരു എഫക്റ്റ് തന്നതും നല്ലൊരു ഫേസിന് നല്ലൊരു ഗ്ലോ തന്ന ഒരു ഫൗണ്ടേഷനാണ് ഈ ലോറിയലിൻ്റെ ട്രൂ മാച്ച് സൂപ്പർ ബ്ലെൻഡബിൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇടുമ്പോഴത്തേനും നമുക്ക് ഫേസിന് ഒട്ടും ഹെവി ആയിട്ട് തോന്നില്ല. നമ്മൾ അത്രയ്ക്ക് സ്മൂത്ത് ഫിനിഷായിരിക്കും നമ്മുടെ ഫേസിന് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഈ ഫൗണ്ടേഷന് തന്നെ ഒരു ലൂമിനസൻസ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഇടുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് നല്ലപോലെ ഷൈനി ആയിട്ട് ഫീൽ ചെയ്യും. ഇതൊരു ലിക്വിഡ് ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇവർ പറയുന്നത് ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ ഓൾ സ്കിൻ ടൈപ്സ്. ഇപ്പോൾ എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് ബോത്ത് ലിക്വിഡ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റും, സ്റ്റിക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് സ്യൂട്ടബിളായിട്ട് തോന്നിയത് ലിക്വിഡ് ഫൗണ്ടേഷനാണ്. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ക്യാപ്പ് തുറന്ന് 2 ഡ്രോപ്സ് എൻ്റെ കയ്യിലേക്ക് സ്പ്രെഡ് ചെയ്യും. അതിനുശേഷം നമ്മളുടെ ഈ ടിയർ ഡ്രോപ്പ് കുഷൻ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് സ്മഡ്ജ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫേസിൽ ഡാബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഫേസിൽ മാത്രമല്ല. നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും കഴുത്തിൽ കൂടെ ഇടാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് നിങ്ങളുടെ കഴുത്തും ഫേസും എന്ന് പറയുന്നത് ഒരേ സ്കിൻ ടോൺ നിങ്ങൾ തോന്നിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഡിഫറൻസ് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ ഐസിൻ്റെ ഏരിയയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മേബലിൻ്റെ കൊളോസൽ കാജൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐലൈനർ യൂസ് ചെയ്യാം. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കാജലാണ്. കാജലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഔട്ട്ഫിറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നിങ്ങളുടെ ലാഷസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ മസ്കാര ഇല്ലെങ്കിൽ യു ക്യാൻ യൂസ് ദ ഐലൈനർ ആസ് മസ്കാര. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നല്ലോണം ഷേക്ക് ചെയ്യുക. ഷേക്ക് ചെയ്തതിന് ശേഷം നമ്മളെടുത്തിട്ട് പതിയെ ലാഷസ് അപ്ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദാറ്റ്സ് ഡൺ. അപ്പം നമുക്കിനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതാണ്. ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോഴത്തേനും എല്ലാവർക്കും വളരെ ക്രേസുള്ളൊരു മേക്കപ്പ് പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് നമുക്ക് ലിപ്സ്റ്റിക് മാത്രമല്ല, നമുക്ക് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ലോറൽ പാരീസിൻ്റെ തന്നെ ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇതിൻ്റെ ഷെയ്ഡ് പേര് കളർ റിച്ചി മാറ്റ് നമ്പർ 263 ആണ്, പ്യോർ ഗാർണറ്റ്. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ലിപ്സിലോട്ടല്ല അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ഐ ഷാഡോ ആയിട്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം.
ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിൽ ചെറുതായിട്ടൊരു സ്പ്രെഡ് എടുക്കുക, ഒരു ക്വിക്ക് സ്വാച്ച്. അതിനുശേഷം നമ്മുടെ തങ് ഫിംഗറുമായിട്ട് നല്ലോണം ഒന്ന് സ്മഡ്ജ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഐലിഡ്സിലേക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ലിപ്സിലേക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ മേക്ക് ഓവർ വിത്ത് ഫ്യൂ എസെൻഷ്യൽസ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഉള്ളവർ ഇനി വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എല്ലാ ഏരിയസും കവർ ചെയ്തുകൊണ്ട് ഒരു ടോട്ടൽ മേക്ക് ഓവർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സോ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് മൈ വീഡിയോ. ഓൾസോ ഡോണ്ട് ഫർഗെറ്റ് ടു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഇനി അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. ആൻഡ് ദെൻ സ്റ്റേ ട്യൂൺ ഫോർ മൈ വീഡിയോസ്. ഓക്കെ, ബൈ.